ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡേ ബൈ ഡേ നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നതിനെ പറ്റി. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം നേരിടുന്നത് നിങ്ങൾ മാത്രമായിരിക്കില്ല. യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു 90% ആൾക്കാരും നേരിടുന്ന പ്രശ്നം തന്നെയാണ്. ഇന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇന്നലെ എൻ്റെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അതിൽ നിന്ന് 10 സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു എന്നൊക്കെ. ഇവിടെ സൈഡ് സ്ക്രീനിൽ നിങ്ങൾ എൻ്റെ ചാനൽ ശ്രദ്ധിച്ചാലും മനസ്സിലാവും സബ്സ്ക്രൈബേഴ്സ് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്നത്. ഇതുപോലെ YT സ്റ്റുഡിയോയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഡിക്രീസിങ് ഇൻക്രീസിങ് ഏറ്റക്കുറച്ചിലുകളൊക്കെ. പക്ഷെ അത് ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. പക്ഷെ ഇനി ഇത് എപ്പോഴാണ് പ്രോബ്ലമായി വരുന്നത് എന്ന് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമന്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പുതിയ ക്രിയേറ്റേഴ്സായ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന അപ്ഡേഷൻ അനുസരിച്ച് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പേജിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും യൂട്യൂബ് സ്പാം സബ്സ്ക്രൈബേഴ്സിനെ റിമൂവ് ആക്കുന്ന രീതി. ഈ പേജ് ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ പോളിസിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാനിവിടെ വായിക്കാം. YouTube does not allow anything that artificially inflates views, likes, comment or other metrics, whether through automated system or by displaying videos to unsuspecting viewers. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് പല ക്രിയേറ്റേഴ്സും സബ്സ്ക്രൈബേഴ്സ് ആർട്ടിഫിഷ്യലായിട്ട് കൂട്ടുകയും അതുപോലെ വ്യൂസ്, ലൈക്സ്, കമൻസ് ഇതെല്ലാം റോബോട്ടിക് രീതിയിലോ ആർട്ടിഫിഷ്യലായിട്ട് കൂട്ടുന്നതായിട്ടോ യൂട്യൂബിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കിട്ടുന്ന വ്യൂസ് ആയിരുന്നാലും സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നാലും യൂട്യൂബ് സ്പാമായി കണക്കാക്കും. ഇത് നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ്, സബ്സ്ക്രൈബേഴ്സ് കാശ് കൊടുത്ത് കൂട്ടുന്നത്. അതുപോലെ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും പരസ്പരം സബ്സ്ക്രൈബേഴ്സിനെ ആവശ്യപ്പെട്ടുകൊണ്ട് കമന്റ് ഇടുന്നത്. ഇങ്ങനെ നമ്മുടെ വീഡിയോ കാണാതെ സബ്സ്ക്രൈബ് ചെയ്താൽ അത് ഉറപ്പായിട്ടും യൂട്യൂബ് സ്പാമായി കണക്കാക്കും. ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് കമന്റ് ഇടുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അവരുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മിനിമം 1-2 വീഡിയോ എങ്കിലും വാച്ച് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. വല്ലപ്പോഴുമെങ്കിലും ആ ഒരു ചാനലിൽ കയറിയിട്ട് 1-2 വീഡിയോസ് ഇടയ്ക്ക് കാണാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല, അത് യൂട്യൂബ് സ്പാം ആക്കും. അതുപോലെ നമ്മൾ പോലുള്ള ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന മറ്റൊരു തെറ്റാണ്, നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടും. ഇല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ഫോൺ വാങ്ങി സബ്സ്ക്രൈബ് ചെയ്യും. ഇങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ആ സബ്സ്ക്രൈബേഴ്സിനെയും യൂട്യൂബ് സ്പാമായി കണക്കാക്കും. കാരണം നമ്മുടെ വീഡിയോസ് കാണാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്ക് ആവശ്യം ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇനി എന്താണ് ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെയാണ് ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല കണ്ടന്റ് സെലക്ട് ചെയ്ത് തുടർച്ചയായിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ ഉറപ്പായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ വാച്ച് അവർ കൂടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ജെനുവിൻ സബ്സ്ക്രൈബേഴ്സും കൂട്ടിയെടുക്കാനായിട്ട് കഴിയും. ഇന്നത്തെ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഡിക്രീസ് ആവുന്നത് എന്നും എങ്ങനെയാണ് നമുക്ക് ജെനുവിൻ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള കാര്യവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.